ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഈ വർഷം ക്വിസിൽ പങ്കെടുക്കുന്നതിന് തയ്യാറെടുക്കുന്നവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ മുൻ വർഷത്തെ ചോദ്യാവലി പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീഡിയോ ചെയ്യുകയാണ്. പലരും ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അക്ഷരമുറ്റം ക്വിസിന്റെ തുടർന്നുള്ള വീഡിയോകൾക്ക് ഉണ്ണീസ് വിജയപാത ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എല്ലാവർക്കും വിജയം ആശംസിക്കുകയാണ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ദേശാഭിമാനി അക്ഷരമുറ്റം സ്കൂൾ തല ക്വിസിനുള്ള ചോദ്യങ്ങൾ. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കഴിഞ്ഞ വർഷം നടത്തിയ ക്വിസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ക്വിസ് മാസ്റ്റർക്കുള്ള നിർദ്ദേശങ്ങൾ. ഇത് മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്കും സഹായകമായ നിർദ്ദേശങ്ങൾ തന്നെ. സ്കൂൾ തല ക്വിസ് മത്സരത്തിനുള്ള ചോദ്യങ്ങളാണ്. ഇതോടൊപ്പം ഉത്തരങ്ങൾ ബ്രാക്കറ്റിൽ ചേർത്തിട്ടുണ്ട്. 20 ചോദ്യങ്ങളാണ് മത്സരത്തിന് ഉപയോഗിക്കേണ്ടത്. ടൈ വരികയാണെങ്കിൽ ഉപയോഗിക്കാനുള്ളതാണ് അവസാനത്തെ 5 ചോദ്യങ്ങൾ. 1ഉം 2ഉം സ്ഥാനക്കാർക്ക് സമ്മാന പുസ്തകവും സർട്ടിഫിക്കറ്റും ഉണ്ട്. അവ ഉപജില്ലാ മത്സര കേന്ദ്രത്തിൽ വെച്ച് നൽകും. അവിടെ ഹാജരാകുമ്പോഴാണ് അത് ലഭിക്കുക. 1ഉം 2ഉം സ്ഥാനക്കാരാണ് ഉപജില്ലാ മത്സരത്തിൽ പങ്കെടുക്കേണ്ടത്. അതിനു പറ്റിയ രീതിയിൽ ടൈ ബ്രേക്ക് ചെയ്യണം. സ്കൂളിന്റെ സാഹചര്യത്തിനനുസരിച്ച് ചോദ്യം ചോദിക്കുകയോ എഴുതിക്കുകയോ ചെയ്യാം. 1ഉം 2ഉം സ്ഥാനം നേടിയ വിദ്യാർത്ഥികളുടെ പേര് വിവരം പ്രധാനാധ്യാപകൻ സാക്ഷ്യപ്പെടുത്തി കുട്ടികളെ ഏൽപ്പിക്കണം. ഉപജില്ലാ മത്സര കേന്ദ്രത്തിലെ രജിസ്ട്രേഷന് അത് ആവശ്യമാണ്. ഉപജില്ലയിലും ജില്ലയിലും സംസ്ഥാന തലത്തിലും വ്യക്തിഗതമായാണ് ക്വിസ് മത്സരം. അതായത് ടീം അടിസ്ഥാനത്തിലല്ല മത്സരം നടത്തുന്നത്. ഇനി ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1. ഒരു ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടി ചരിത്രം സൃഷ്ടിച്ച ഇന്ത്യൻ വനിത. ഉത്തരം മനു ഭാക്കർ. ചോദ്യം 2. ഹോർത്തോസ് മലബാറിക്കസ് എഴുതി തയ്യാറാക്കിയത് ഏത് ഭാഷയിലാണ്? ഉത്തരം ലാറ്റിൻ ഭാഷയിലാണ്. ചോദ്യം 3. രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയാകണം? ഉത്തരം 30 വയസ്സ്. 30 വയസ്സ് പൂർത്തിയാവണം. ചോദ്യം 4. ഐക്യരാഷ്ട്ര സംഘടന സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ വർഷം? 1947, 1948, 1949, 1950. ഉത്തരം 1948. ചോദ്യം 5. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് IPCക്ക് പകരമായി നിലവിൽ വന്ന നിയമം? ഉത്തരം ഭാരതീയ ന്യായ സംഹിത BNS. ചോദ്യം 6. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ചെറായ് ദോയ് മൈദം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം അസമിലാണ്. ചോദ്യം 7. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ മലയാള പദം ഏത്? അനുഗ്രഹം, അടിമത്വം, തിമിംഗിലം, പിന്നോക്കം. ഉത്തരം തിമിംഗിലം. ചോദ്യം 8. അടുത്തിടെ അമേരിക്കയിലെ അരിസോണ സംസ്ഥാന ഗ്രഹ പദവി നൽകിയത് ഏത് ആകാശഗോളത്തിനാണ്? ഉത്തരം പ്ലൂട്ടോയ്ക്കാണ്. ചോദ്യം 9. സമാനതകളില്ലാത്ത ദുരന്തമായിരുന്നു വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായത്. അവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ ഉരുൾപൊട്ടലിൽ ഇല്ലാതായി. എന്താണ് ആ സ്കൂളിന്റെ പേര്? വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ചോദ്യം 10. ഈ വർഷം ജന്മശതാബ്ദി ആഘോഷിക്കുന്ന കവിയും ഗാനരചയിതാവുമായ ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കവിതയാണ് ഓർക്കുക വല്ലപ്പോഴും. കവി ആര്? ഉത്തരം P. ഭാസ്കരൻ. ചോദ്യം 11. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ WWF ആസ്ഥാനം ഏത് രാജ്യത്താണ്? ഉത്തരം സ്വിറ്റ്സർലൻഡിലാണ്. അക്ഷരമുറ്റം ക്വിസ് വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചോദ്യം 12. 2024 നടന്ന 2020 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ഫൈനൽ ആരായിരുന്നു? ഉത്തരം വിരാട് കോഹ്ലി. ചോദ്യം 13. ഐൻസ്റ്റീന്റെ പേരിലുള്ള മൂലകമായ ഐൻസ്റ്റീനിയത്തിന്റെ ആറ്റോമിക സംഖ്യ എത്രയാണ്? 97, 98, 99, 100. ഉത്തരം 99. ചോദ്യം 14. റെറ്റിനോൾ ഏത് വിറ്റാമിന്റെ ശാസ്ത്രനാമമാണ്? ഉത്തരം വിറ്റാമിൻ എ. ചോദ്യം 15.
ലോക്സഭയിൽ ബൽറാം ജാക്കറിനു ശേഷം 5 വർഷ കാലാവധി പൂർത്തിയാക്കി വീണ്ടും സ്പീക്കറാകുന്ന രണ്ടാമത്തെ വ്യക്തി? ഉത്തരം ഓം ബിർള. ചോദ്യം 16. ഹി ഈസ് ഡാഷ്. അവിടെ പൂരിപ്പിക്കണം. MP ഫ്രം തമിഴ്നാടു. എ ആൻഡ് ദി. നോ ആർട്ടിക്കിൾ. ഒരു ആർട്ടിക്കിളും ചേർക്കേണ്ടതില്ല. ഉത്തരം ആൻ. ചോദ്യം 17. മണിക്കൂറിൽ 36 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 30 സെക്കൻഡ് കൊണ്ട് വഴിയരികിൽ നിൽക്കുന്ന ഒരാളെ കടന്നുപോയാൽ ട്രെയിനിന്റെ നീളമെന്ത്? 100 മീറ്റർ, 200 മീറ്റർ, 300 മീറ്റർ, 400 മീറ്റർ. ഉത്തരം 300 മീറ്റർ. ചോദ്യം 18. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ താമസിക്കുന്ന പ്രദേശങ്ങളെ കോളനി എന്ന് അഭിസംബോധന ചെയ്യാൻ പാടില്ല എന്ന ഉത്തരവിറക്കിയ മന്ത്രി? ഉത്തരം കെ രാധാകൃഷ്ണൻ. ചോദ്യം 19. ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ ടൂറിസ്റ്റ്? ഉത്തരം ഗോപിചന്ദ് തൊടുകുറ. ചോദ്യം 20. തന്നതില്ല പരനുള്ളു കാട്ടുവാനൊന്നുമേ നരനുപായമീശ്വരൻ, ഇന്നു ഭാഷയത പൂർണ്ണമിങ്ങഹോ വന്നുപോം പിഴയുമർത്ഥശങ്കയാൽ. ആരുടെ വരികൾ? ആരാണ് ഈ വരികൾ രചിച്ചത്? കുമാരനാശാൻ. മഹാകവി കുമാരനാശാന്റെ വരികൾ. മത്സരത്തിൽ ടൈ വരികയാണ് എങ്കിൽ ഉപയോഗിക്കാനുള്ള 5 ചോദ്യങ്ങളാണ് ഇനി. ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1. ലാൽ പാൽ ബാൽ. ഇതിൽ പാൽ ആരാണ്? ഉത്തരം ബിപിൻ ചന്ദ്ര പാൽ. ലാൽ എന്നത് ലാലാ ലജ്പത് റായ്, പാൽ എന്നത് ബിപിൻ ചന്ദ്ര പാൽ, ബാൽ എന്നത് ബാലഗംഗാധര തിലകൻ. ചോദ്യം 2 നോക്കാം. 2019 രസതന്ത്ര നൊബേൽ സമ്മാന ജേതാവായ ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് വിറ്റ്നസ് ടു ഗ്രേസ്. ലിഥിയം അയൺ ബാറ്ററിയുടെ സൃഷ്ടാവായ ഈ വ്യക്തി ആര്? ഉത്തരം ജോൺ ഗുഡിനഫ്. ചോദ്യം 3. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പ്രതിമാസ ശമ്പളം എത്രയാണ്? 2,50,000, 2,80,000, 2,90,000, 3 ലക്ഷം. ഉത്തരം 2,80,000. ചോദ്യം 4. ഇന്ത്യൻ പൗരന്മാരുടെ വിവരങ്ങൾ ചോർത്തിയതിന് അന്വേഷണം നേരിടുന്ന പെഗാസസ് എന്ന ചാര സോഫ്റ്റ്വെയർ ഏത് രാജ്യത്തിൻ്റെതാണ്? ഉത്തരം ഇസ്രയേൽ. ചോദ്യം 5. തേർഡ് ഐ, അതായത് 3-ാം കണ്ണ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പീനിയൽ ഗ്രന്ഥി, പീനിയൽ ഗ്ലാൻഡ്. ഈ ചോദ്യാവലി പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിൽ എഴുതൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.